പ്ലാസ്റ്റിക് സർജറി ഭാരതത്തിൻ്റെ കണ്ടുപിടുത്തം ആയിരുന്നു എന്നും 1000 ആണ്ടുകളായി അതിവിടെ നിലവിലുണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. മഹിത ഭാരതത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്ലാസ്റ്റിക് സർജറി ഭാരതത്തിൻ്റെ കണ്ടുപിടുത്തം ആയിരുന്നു എന്നും 1000 ആണ്ടുകളായി അതിവിടെ നിലവിലുണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. എല്ലാവർക്കും സംശയം ഉണ്ടാവും. ഋഗ്വേദത്തിൽ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന രാജ്ഞിയുടെ അവയവങ്ങൾ നഷ്ടപ്പെടുകയും അത് തുന്നിച്ചേർത്തതിന് ശേഷം പിന്നീട് അവർ യുദ്ധത്തിൽ പങ്കെടുത്തു എന്ന് പറയുകയും ചെയ്തത് വെച്ചാണോ ഈ അഭിപ്രായമെന്ന്? അല്ല. പിന്നെ രാമായണത്തിൽ ലക്ഷ്മണൻ മുറിച്ചു കളഞ്ഞ മൂക്കും ചെവിയും അന്നത്തെ സർജനെ കൊണ്ട് രാവണൻ തുന്നിപ്പിടിപ്പിച്ച് വീണ്ടും ശൂർപ്പണഖയെ സുന്ദരിയാക്കി എന്ന പ്രസ്താവം കേട്ടിട്ടാണോ ഇത് പറയുന്നത് എന്നായിരിക്കും അടുത്ത ചോദ്യം. അതുമല്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് എന്ന് നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ അതിനുത്തരം, ഒരുപാട് വർഷമായി ഇക്കാര്യം പറയുന്ന ഒരാളാണ് ഞാൻ. അത് പറയാൻ കാരണം വർഷങ്ങൾക്ക് മുമ്പ് വായിച്ച ഒരു പുസ്തകമാണ്. ഇതിനു മുമ്പും നാം പരാമർശിച്ച ഒരു മനുഷ്യനുണ്ട്, ധരംപാൽ, ഗാന്ധി ശിഷ്യനായ ധരംപാൽ. നമ്മുടെ മഹിത ഭാരതത്തിൽ ധരംപാൽ ഗാന്ധിക്ക് കൊടുത്ത ഗുരുദക്ഷിണ നാം പറഞ്ഞിട്ടുമുണ്ട്. അദ്ദേഹം ബ്രിട്ടനിൽ നിന്ന്, ബ്രിട്ടീഷ് ആർക്കൈവ്സിൽ നിന്ന് കണ്ടെടുത്ത രേഖകളുടെ അടിസ്ഥാനത്തിൽ എഴുതിയ 5 പുസ്തകങ്ങളെക്കുറിച്ചും നാം പറഞ്ഞിട്ടുണ്ട്. അവയിലെ 3ാമത്തെ പുസ്തകമായ ബ്യൂട്ടിഫുൾ ട്രീ ആണ് ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് അക്കാലത്തുണ്ടായിരുന്ന മഹത്വം പറഞ്ഞത്. അവയിൽ 1ാമത്തെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം ഒന്ന് കാണിക്കാം. ഇന്ത്യൻ സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ ദി 18th സെഞ്ച്വറി എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഇതാണ് ആ പുസ്തകം. ഈ പുസ്തകത്തിലെ ധാരാളം കാര്യങ്ങളുണ്ട്. അക്കാലത്തെ ഭാരതത്തിലെ കൃഷി, നാം ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ, എപ്രകാരമാണ് ജലസേചനം നടത്തിയിരുന്നത് എന്നു വേണ്ട, 18ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന കാലത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാർ വരുന്നവരെ ഉണ്ടായിരുന്ന ടെക്നോളജി മുഴുവൻ പറയുന്നുണ്ട്. ഈ പുസ്തകം വാങ്ങി വായിച്ച് ഓരോരുത്തർക്കും അത് ബോധ്യപ്പെടാവുന്നതാണ്. ഇവിടെ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാം. ഈ പുസ്തകത്തിൽ നിന്നുള്ള ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കൂ. Did you know that the art of plastic surgery was first tried out and perfected in India? That in the 18th century, samples of Indian steel manufactured by Indian ironsmiths and imported to England were found to be superior in quality to steel from Sheffield? That smallpox inoculation was practiced in certain regions of the country much before Edward Jenner introduced vaccination. That India used the drill plow centuries before it was introduced into Europe. ഈ പുസ്തകത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഭാരതത്തിലാണ് പ്ലാസ്റ്റിക് സർജറി തുടങ്ങിയതും വികസിപ്പിച്ചതും പൂർണ്ണമായതുമെന്ന് നിങ്ങൾക്കറിയോ? ഇവിടുത്തെ സ്റ്റീലിൻ്റെ മഹത്വത്തെക്കുറിച്ച് നിങ്ങൾക്കറിയോ? ഗോവസൂരി പ്രയോഗം, വാക്സിനേഷൻ എഡ്വേർഡ് ജെന്നറിന് മുമ്പ് ഇവിടെ ചെയ്തതായിട്ട് അറിയോ? ഇതിൻ്റെയൊക്കെ തെളിവുകൾ നിരത്തിയതിന് ശേഷമാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ അറിയുമോ എന്നൊരു ചോദ്യം ധരംപാൽ എന്ന് പറയുന്ന ഗാന്ധി ശിഷ്യൻ കൃത്യമായി യൂറോപ്പിൽ നിന്ന്, ലണ്ടനിൽ നിന്ന് സംഘടിപ്പിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുകയുണ്ടായി. ഞാൻ ഈ തെളിവുകൾ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം പിന്നീട് അന്വേഷിച്ചു. എല്ലാവരും ശ്രദ്ധിക്കുക, ഇദ്ദേഹത്തുമായിട്ട് വളരെ ക്ലോസ് അസോസിയേറ്റ് ആയിട്ടുള്ള ഒരു മഹാനുണ്ട് ഗോവയിൽ.
ഗോവ ഫൗണ്ടേഷൻ്റെ ഡയറക്ടറാണ്, അതർ ഇന്ത്യ പ്രസിൻ്റെ എഡിറ്ററാണ്, അതിൻ്റെ നടത്തിപ്പുകാരനുമൊക്കെ ആയിട്ടുള്ള ഭാരതത്തിലെ ഏറ്റവും മികച്ച പരിസ്ഥിതി പ്രവർത്തകരിൽ ഒരാളായിട്ടുള്ള ഒരു മഹാനുണ്ട്, ക്ലോഡ് അൽവാരിസ്. CLAUDEALWARES. നിങ്ങൾ യൂട്യൂബിൽ കയറിയിട്ട് ക്ലോഡ് അൽവാരിസ് ലെക്ചേഴ്സ് എന്നടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ധരംവാലിനെ കുറിച്ച് ചെയ്ത 2 പ്രഭാഷണങ്ങൾ നമുക്ക് കിട്ടും. ഒന്ന് അദ്ദേഹത്തിൻ്റെ വർക്കിനെ കുറിച്ച്, രണ്ടാമത് ധരംവാൽ ഈ രേഖകൾ സംഘടിപ്പിക്കാൻ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്, അദ്ദേഹം ചെയ്ത ആ ത്യാഗോജ്വലമായ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച്. ഈ 2 പ്രസംഗവും നിങ്ങളൊന്ന് കേൾക്കുക. ഈ പറഞ്ഞ രേഖകൾ കൃത്യമായിട്ട് അവിടെ ഗോവയിൽ അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിൽ, ഈ മാമ്പുസയിലുള്ള അതർ ഇന്ത്യ പ്രസ്സാണ് ഈ പുസ്തകം 5 പുസ്തകവും ഇറക്കിയിരിക്കുന്നത്, അവരുടെ കയ്യിൽ ഈ രേഖകളുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇത്തരത്തിലൊരു വിഷയം ഞാൻ സംസാരിക്കാറുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് മറ്റൊരു പുസ്തകം നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ആൻഷ്യൻ ഹിന്ദു സയൻസ് എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. ഇത് എഴുതിയിരിക്കുന്നത് അലോക് കുമാർ എന്ന് പറയുന്ന ആളാണ്. അലോക് കുമാർ. ഈ പുസ്തകം ഒറിജിനലി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മോർഗൻ ആൻഡ് ക്ലേപൂൾ പബ്ലിഷേഴ്സ്, 5th Avenue Suite 250, സാൻ റാഫേൽ, CA, USA, കാലിഫോർണിയയാണ്. USA-യിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വലിയ വില കൊടുക്കണം അവിടുന്ന് ഈ പുസ്തകം കിട്ടണമെങ്കിൽ. പക്ഷേ ഭാരതത്തിൻ്റെ മഹത്വത്തെ സംബന്ധിച്ച പുസ്തകമായതിനാൽ നമ്മുടെ ജെയ്ക്കോബ് പബ്ലിഷേഴ്സിന് ഇന്ത്യയിലും ബംഗ്ലാദേശിലും നേപ്പാളിലും സിലോണിലുമൊക്കെ പഴയ ഭാരതത്തിൻ്റെ ഭാഗമായ സ്ഥലങ്ങളിൽ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാൻ വേണ്ടി പബ്ലിഷ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് അവർ ചെയ്ത പ്രസിദ്ധീകരണമാണിത്. അതുകൊണ്ട് വലിയ വിലയൊന്നുമില്ല, 450 രൂപയുള്ളൂ. ഇത് റിഡക്ഷനിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇനി ആരാണ് അലോക് കുമാർ എന്ന് നാം ഒന്ന് ശ്രദ്ധിക്കണം. ഈ ഒരു അലോക് കുമാർ ഒരു പുസ്തകം എഴുതിയെന്നൊന്നും പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കില്ല. പക്ഷേ അലോക് കുമാർ ആരാണെന്ന് അറിഞ്ഞാൽ നാം ശ്രദ്ധിക്കും. ഭാരതത്തിൽ ഹരിദ്വാറിൽ ജനിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ അമേരിക്കയിലേക്ക് താമസം മാറ്റി. നല്ല പണ്ഡിതനായിരുന്നു അച്ഛൻ. അച്ഛനിൽ നിന്ന് ഭാരതത്തിൻ്റെ മഹത്വം അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. നമ്മുടെ തത്വശാസ്ത്രം, നമ്മുടെ ആധ്യാത്മിക ശാസ്ത്രങ്ങൾ, നമ്മുടെ സംസ്കാരം, ഇതെല്ലാം അദ്ദേഹം നന്നായിട്ട് അറിഞ്ഞിരുന്നു. ഭാരതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അദ്ദേഹത്തിന് തികഞ്ഞ ബോധ്യവുമുണ്ടായിരുന്നു. ഈ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എപ്പോഴും ചിന്തിക്കുമായിരുന്നു, ഒരു രാഷ്ട്രം ഇത്രയും കാലമൊക്കെ സാംസ്കാരികമായും സാമ്പത്തികമായും മുന്നണിയിൽ നിൽക്കണമെങ്കിൽ അവർക്ക് നല്ലൊരു സയൻസും ഉണ്ടായിരിക്കണം എന്ന് അദ്ദേഹത്തിന് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല. അങ്ങനെ ഇരിക്കെ അമേരിക്കയിൽ താമസിച്ചു വരവേ ദി അമേരിക്കൻ അസോസിയേഷൻ ഫോർ ദി അഡ്വാൻസ്മെന്റ് ഓഫ് സയൻസ്, AAAS എന്ന് പറയുന്ന ആളുകൾ അവർ 2000 ലോകത്തെ ഏറ്റവും മികച്ച 100 ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളെ പറ്റിയിട്ട് ഒരു രേഖ ഇറക്കുകയുണ്ടായി. അതിൽ 2 കാര്യങ്ങളാണ് ഭാരതത്തെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത്. ഒന്ന് പൂജ്യത്തിൻ്റെ കണ്ടുപിടുത്തം, പിന്നെ മയന്മാരുടെയൊക്കെ കൂടെ കുറച്ച് ബഹിരാകാശ കാര്യങ്ങളിൽ നമുക്ക് അറിവുണ്ടായിരുന്നു എന്ന കാര്യം. ഈ 2 കാര്യങ്ങൾ മാത്രമേ ഭാരതത്തെക്കുറിച്ച് അതിലുണ്ടായിരുന്നുള്ളൂ. ശാസ്ത്രീയമായിട്ട് നമ്മുടെ മഹത്വം. ഈ സമയത്താണ് അദ്ദേഹത്തിന് ആഗ്രഹമുദിച്ചത്, അങ്ങനെ ആയിരിക്കില്ലല്ലോ, ഇതൊന്ന് കണ്ടുപിടിക്കണമെന്ന്. അതിനുവേണ്ടി രേഖകൾ കിട്ടുമോ എന്നുള്ള കാര്യം അദ്ദേഹം വളരെ ഒന്ന് പരിശോധിച്ചു. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം തന്നെ പറയുന്ന ഒരു ഭാഗം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഐ വാസ് റേസ്ഡ് ഇൻ ഹരിദ്വാർ. പറയുന്ന പോലെ ഞാൻ ഹരിദ്വാറിൽ ജനിച്ചു, ഇങ്ങനെ ഞാൻ ആഗ്രഹിച്ചിരുന്നു, സയൻസുമായി ബന്ധപ്പെട്ട് നമ്മുടെ കാര്യം അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ഒരു വിവരവും എനിക്ക് കിട്ടിയില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, വൈ ഇന്ത്യ വിത്ത് സോ മച്ച് ഫിലോസഫി, ഇൻ്റലക്റ്റ് ആൻഡ് പ്രോസ്പെരിറ്റി കുഡ് നോട്ട് മേക്ക് എ സബ്സ്റ്റാൻഷ്യൽ കോൺട്രിബ്യൂഷൻ ടു സയൻസ്. I found the answer only after I came to America and had access to good library facilities in California.
കാലിഫോർണിയയിലെ ഒന്നാം തരം ലൈബ്രറി കാണുന്നവരെ ഇതിന് മറുപടി അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല. The history of science as we know from the textbook is simply incomplete. By writing this book and other books, I am trying to fill these gaps. ശാസ്ത്രത്തെ സംബന്ധിച്ച് മാത്രം ഭാരതത്തിൻ്റെ മഹത്വത്തെ സംബന്ധിച്ച ചില ഗ്യാപ്പുകൾ ഉണ്ടായിരുന്നു. ഈ പുസ്തകവും മറ്റൊരു പുസ്തകവും വഴി ആ ഗ്യാപ്പ് ഞാൻ ഫില്ല് ചെയ്യുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പുസ്തകം എഴുതുന്നതിന് മുമ്പ് അദ്ദേഹം വേറൊരു പുസ്തകം എഴുതിയിരുന്നു, സയൻസസ് ഓഫ് ആൻഷ്യന്റ് ഹിന്ദുസ് എന്ന് പറഞ്ഞിട്ട്. ആ പുസ്തകം അമേരിക്കയിൽ മാത്രമേ പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അതിന് വലിയ വിലയാണ്, അത് അൺഅവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഞാനതിന് കാശും അടച്ചിട്ടുണ്ട്, വലിയ കാശാണ്. ഈ മാസം ഒരു 20-24 ആകുമ്പോഴത്തേന് ആ പുസ്തകം കിട്ടും. ഇത് അദ്ദേഹം രണ്ടാമത് എഴുതിയ പുസ്തകമാണ്. ആദ്യ പുസ്തകം എഴുതാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം, വലിയ ജോലി ചെയ്തിരുന്ന മനുഷ്യനാണ്, തൻ്റെ കുടുംബജീവിതം തന്നെ അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ഒഴിവാക്കിയെന്ന്. ആ പുസ്തകം എഴുതി കഴിഞ്ഞപ്പോൾ അദ്ദേഹം തീരുമാനിച്ചത്രേ, ഇനിയും ഒരു പുസ്തകം എഴുതാൻ വേണ്ടി ഞാൻ ശ്രമിക്കില്ല, കാരണം കഴിയില്ല, അത്രയും വലിയൊരു വർക്കായിരുന്നു എന്ന്. പക്ഷേ അവിടുത്തെ ഈ പ്രസിദ്ധീകരണക്കാർ ലോകമെമ്പാടുമുള്ള ആളുകളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അദ്ദേഹം രണ്ടാമത്തെ ഈ പുസ്തകം എഴുതിയത്. ഇത് രണ്ടാമത്തെ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ നമ്മൾ ബിബ്ലിയോഗ്രഫി എന്ന് പറയും, ഗ്രന്ഥസൂചന. ഈ ഒരു പുസ്തകം എഴുതാൻ വേണ്ടി അദ്ദേഹം റെഫർ ചെയ്തിട്ടുള്ള വളരെ പഴയ അറബികളും പേർഷ്യക്കാരും ഇറ്റാലിയൻകാരും യൂറോപ്യൻകാരും ഗ്രീക്കുകാരും ഒക്കെ അവരുടെ അദ്ദേഹം പരിശോധിച്ച ഗ്രന്ഥങ്ങളുടെ ഒരു ലിസ്റ്റ് ഇതിലുണ്ട്. 23 പേജാണ്. ബിബ്ലിയോഗ്രാഫിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് 2 പേജോ 3 പേജോ പരമാവധി. 23 പേജിലാണ് അദ്ദേഹം ഇതിനുപയോഗിച്ച ഗ്രന്ഥങ്ങളും അദ്ദേഹം റെഫർ ചെയ്ത മറ്റു കാര്യങ്ങളും ഇതിൽ പറയുന്നത്. അത്രയും വലിയൊരു വർക്ക് അദ്ദേഹം വീണ്ടും ചെയ്തു. ആര് ചെയ്തു? അലോക് കുമാർ. ഈ അലോക് കുമാർ ആരാണെന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ പോവുകയാണ്. അലോക് കുമാർ ഈസ് എ ഡിസ്റ്റിങ്വിഷ്ഡ് ടീച്ചിങ് പ്രൊഫസർ ഓഫ് ഫിസിക്സ് അറ്റ് ദി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്ക് അറ്റ് ഓസ്വേഗോ. അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിസിക്സ് അധ്യാപകരിൽ ഒരാളാണ് അദ്ദേഹം. He was born and educated in India. He has been teaching in the American higher education for about 4 decades. 4 പതിറ്റാണ്ടായിട്ട് അമേരിക്കയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. He is a fellow of the Alexander von Humboldt Foundation, Germany. ജർമ്മനിയിലെ ഒരു വലിയ ഫൗണ്ടേഷൻ്റെ ഫെല്ലോ ആണ് അദ്ദേഹം. നോവ നാസ ഫെല്ലോ, നാസ റോക്കറ്റ് വിടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ്, അതിലെ ഒരു ഫെല്ലോ ആണ് അദ്ദേഹം. അമേരിക്കയിലെ ആറ്റമിക് ഫിസിക്സിൻ്റെയും കെമിക്കൽ ഫിസിക്സിൻ്റെയും ഹിസ്റ്ററി ഓഫ് സയൻസിൻ്റെയും സയൻസ് എഡ്യൂക്കേഷൻ്റെയും, ശാസ്ത്രത്തിൻ്റെ ചരിത്രം, സയൻസ് എഡ്യൂക്കേഷൻ, ഫിസിക്സ്, ഇതെല്ലാം എങ്ങനെ വേണമെന്ന് അവിടെ നടപ്പിലാക്കുന്ന ആ സമിതികളിലെല്ലാം ഉപദേശിയായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് അലോക് കുമാർ. ആ അലോക് കുമാർ അമേരിക്കയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകമാണ് ഈ ഒരു പുസ്തകം. കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ കിട്ടും. ഓരോരുത്തരും ആമസോണിലൂടെ ഈ ഒരു പുസ്തകം ഒന്ന് വാങ്ങണം. എന്നിട്ട് പ്ലാസ്റ്റിക് സർജറി മാത്രമല്ല, എന്തായിരുന്നു ഭാരതത്തിൻ്റെ ശാസ്ത്രീയ മഹത്വമെന്ന്, അത് കണക്കാവട്ടെ, അത് കെമിസ്ട്രി ആവട്ടെ, അത് ഫിസിക്സ് ആവട്ടെ, അത് ബയോളജി ആവട്ടെ, അത് ആയുർവേദം പോലുള്ള കാര്യങ്ങളാകട്ടെ, നമ്മുടെ ആയുർവേദത്തിൻ്റെ മഹത്വമൊന്നും നമുക്ക് മനസ്സിലാവില്ല. നമ്മുടെ ഇന്നത്തെ വിഷയം അതാണ്. ഇതെല്ലാം അദ്ദേഹം ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ പുസ്തകത്തിലെ അല്പഭാഗം പ്ലാസ്റ്റിക് സർജറിയുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങൾ, ഇതൊന്നും അദ്ദേഹം ഈ പുസ്തകത്തിൽ പറഞ്ഞതുകൊണ്ടല്ല, കൃത്യമായ ചരിത്രത്തിലെ തെളിവുകൾ വെച്ചുകൊണ്ടാണ് ഇവിടെ പ്ലാസ്റ്റിക് സർജറി നടത്തിയതും എങ്ങനെയാണ് നടത്തിയതെന്നും അതിൻ്റെ പ്രൊസീജിയറും എല്ലാം ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ ഓരോ ഭാരതീയനും ഒന്ന് കേട്ടിരിക്കണം. ഈ പുസ്തകം വാങ്ങി വായിച്ചിരിക്കണം. ഈ പറഞ്ഞാലൊന്നും ഇത് ക്ലിയർ ആവില്ല. ഈ പുസ്തകം നിങ്ങൾ വാങ്ങണം. ഇത് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് വാങ്ങേണ്ടുന്ന മറ്റ് പുസ്തകങ്ങളും ബോധ്യപ്പെടും. നോക്കൂ, ഭാരതത്തിൻ്റെ മഹത്വം എവിടേക്കാണെന്ന് അദ്ദേഹം പറഞ്ഞത് ഓടിച്ചു വായിക്കുകയാണ്. ഇൻ മാത്തമാറ്റിക്സ്, ഇൻ ആയുർവേദ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ അദ്ദേഹം പരാമർശിക്കുകയാണ്.
എന്നിട്ട് പറയുന്ന ഒരു വാചകം ശ്രദ്ധിക്കൂ. നമ്മളുടെ മെറ്റലർജിയുടെയും ലോഹ നിർമ്മാണത്തിൻ്റെയൊക്കെ മഹത്വം പറയുന്നത്, ഇൻക്ലൂഡിങ് ദി സോ കോൾഡ് ഡമാസ്കസ് ബ്ലേഡ് ആൻഡ് ദി അയൺ പില്ലർ ഓഫ് ന്യൂഡൽഹി. ഡെമോക്ലീസിന്റെ വാളെന്ന് പറയുന്നത് സങ്കല്പമാണെങ്കിൽ സങ്കല്പം, യാഥാർത്ഥ്യമാണെങ്കിൽ യാഥാർത്ഥ്യം, രണ്ടായാലും അതിൻ്റെ ഇരുമ്പ് ഭാരതത്തിൻ്റെതായിരുന്നു. ഡൽഹിയിൽ കുത്തബ് മീനാറിൻ്റെ അവിടുത്തെ അയൺ പില്ലർ നമുക്കറിയാലോ, അതും ഭാരതത്തിൻ്റെ ടെക്നോളജിയുടെ മഹത്വമായിരുന്നു. ഇത് പറഞ്ഞവർ ആരൊക്കെ? അരിസ്റ്റോട്ടിൽ, മെഗസ്തനീസ്. ഓർമ്മയുണ്ടല്ലോ, അരിസ്റ്റോട്ടിൽ അലക്സാണ്ടർ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്തു കൊണ്ടുവരണമെന്ന് ചോദിച്ചപ്പോൾ തൻ്റെ ശിഷ്യനായ അലക്സാണ്ടറോട് പറഞ്ഞത് തക്ഷശിലയെന്ന അധ്യാപകനെ കൊണ്ടുവരാനാണ്. ഒരു എപ്പിസോഡിൽ നാം അത് ചർച്ച ചെയ്ത വിഷയം. അപ്പോൾ നോക്കൂ, അരിസ്റ്റോട്ടിൽ, മെഗസ്തനീസ്, അപ്പൊളോണിയസ്, ടിയാന, അൽ ബെറൂണി, അൽ ഖ്വാറിസ്മി, ഇബ്നു ലാബിൻ, അൽ ഉദിക്സി, അൽ ജാഹിസ്, ഇതൊക്കെ പറയാ. ഫാഹിയാൻ, ഹുയാൻസാങ്, ഇത്സിങ്, ഈ ജിങ് എന്നാണ് ചൈനീസ് ആയിട്ടുള്ള, ഇറ്റാലിയന്മാരും ഒക്കെ ആയിട്ടുള്ള ലിയാനോ ഫബനാസി, പോപ്പ് സിൽവസ്റ്റർ, റോജർ ബേക്കൻ, വോൾട്ടയർ, കോപ്പർനിക്കസ്, അവരൊക്കെ പറയാണ്. പിന്നെ റാൽഫ് എഡോ, എമേഴ്സൺ, ജോണ വാങ്കോ, ഗോത്തെ, ഹെർഡർ, കാൾ യുങ്, മാക്സ് മുള്ളർ, റോബർട്ട് ഓപ്പൻഹീമർ, ഇർവിൻ ഷ്രോഡിഞ്ചർ, ആർതർ ഷോപ്പനേവർ, ഹെൻറി ഡേവിഡ് തോറോ, ഇവര് മുഴുവൻ ഭാരതത്തിൻ്റെ ഈ മഹത്വം കൃത്യമായി രേഖപ്പെടുത്തിയ ആളുകളാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇവരുടെ ഏതേത് പുസ്തകങ്ങൾ ഉപയോഗപ്പെടുത്തി എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുമുണ്ട്. ലോകത്ത് നാം അംഗീകരിക്കുന്ന ഈ മഹാന്മാർ മുഴുവൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പറയാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് പ്രിഫസിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, അലോക് കുമാർ പറയുന്നുണ്ട്. ഒരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചത് ഇവിടെ വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം സയൻസസ് ഓഫ് ആൻഷ്യന്റ് ഹിന്ദുസ് എന്ന പുസ്തകം ഇറക്കുന്ന സമയത്ത് ഭാരതത്തിലും വിദേശത്തുമുള്ള ആളുകളൊക്കെ അദ്ദേഹത്തെ ഉപദേശിച്ചു. ഇപ്പോഴൊന്നുമല്ല, അതൊരു 12 വർഷം മുമ്പാണ്. എല്ലാവരും ഉപദേശിച്ചു, നിങ്ങൾ ഹിന്ദുസ്, ഇതിവിടെ പ്രസക്തമായതുകൊണ്ട് പറയുന്നതാണ്, ഹിന്ദുസ് എന്ന വാക്ക് എന്ന് ഒഴിവാക്കിയിട്ട് അതിന് പകരം ഇന്ത്യ എന്നോ ഇന്ത്യാസ് എന്നോ എന്തെങ്കിലും ആക്കണമെന്ന്. അദ്ദേഹം കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായില്ല. അദ്ദേഹം സയൻസസ് ഓഫ് ആൻഷ്യന്റ് ഹിന്ദുസ് എന്ന പേര് തന്നെ ഇട്ടു. അതേപോലെ ആൻഷ്യന്റ് ഹിന്ദു സയൻസ് എന്ന് ഈ പുസ്തകത്തിനും പേരിട്ടു. ഈ കാര്യം ഒന്ന് എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ചെറിയൊരു പരാമർശം ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തുടങ്ങിയതിന് ശേഷം പ്ലാസ്റ്റിക് സർജറിയുടെ ഭാഗത്തേക്ക് നമുക്ക് പോകാം. ഒന്ന് ശ്രദ്ധിക്കൂ. ദി ഫസ്റ്റ് നേഷൻ ടു ഹാവ് കൾട്ടിവേറ്റഡ് സയൻസ് ഈസ് ഹിന്ദ്. ദിസ് ഈസ് എ പവർഫുൾ നേഷൻ ഹാവിങ് എ ലാർജ് പോപ്പുലേഷൻ ആൻഡ് റിച്ച് കിങ്ഡം. ഹിന്ദ് ഈസ് നോൺ ഫോർ ദ വിസ്ഡം ഓഫ് ഇറ്റ്സ് പീപ്പിൾ. ഓവർ മെനി സെഞ്ചുറീസ് all the kings of the past have recognized the ability of the Hindus in all branches of knowledge. This was the conclusion that Sayyid al-Andalusi 1029 മുതൽ 1070 വരെ ജീവിച്ച സെയ്ദ് അൽ അൻഡലൂസി എന്ന് പറയുന്ന അത്രയും പഴയ ആളുടെ ബുക്കിൽ നിന്നുള്ള, അതായത് തബാഗത്തുൽ ഉമ്മാൻ എന്ന് പറയുന്ന പുസ്തകം, കാറ്റഗറീസ് ഓഫ് നേഷൻസ് എന്ന ആ പുസ്തകത്തിന് ഇംഗ്ലീഷിലേക്ക് പേര് മാറ്റാം. ആ പുസ്തകത്തിൽ പറയുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏത് കാലത്ത് ഭാരതത്തിൻ്റെ മഹത്വവും ഭാരതം ശാസ്ത്രീയമായിട്ട് മുമ്പായിരുന്നുവെന്നും ഇത് അദ്ദേഹം ഇൻട്രൊഡക്ഷനിൽ തന്നെ, ഈ ചാപ്റ്ററിൽ തന്നെ സൂചിപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് വിഷയം പ്ലാസ്റ്റിക് സർജറി ആയത് കാരണം നമുക്ക് അങ്ങോട്ട് വരാം. ഈ പുസ്തകത്തിലെ 136 പേജിൽ നമ്മൾ മെഡിസിൻ എന്ന് പറയുന്ന ആ ഭാഗത്തിൽ പറയുന്ന ഒരു ഭാഗമാണ് സർജറി. അവിടെ ഇവിടെ ഓരോ വാചകേ കേൾപ്പിക്കുന്നുള്ളൂ. സർജറി നടത്തിയ കാര്യം ഒന്ന് വിശദമായിട്ട് വായിക്കാം. 100 മെഡിക്കൽ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മെറ്റൽസ് ഇൻ വേരിയസ് ഷേപ്സ് ആൻഡ് സൈസസ് ശുശ്രുത ഡിസ്ക്രൈബ്സ് ഇൻ ശുശ്രുത സംഹിത. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. ശുശ്രുത സംഹിത ഇന്നും വാങ്ങാൻ കിട്ടും. മലയാളത്തിൽ വേണമെങ്കിൽ വാങ്ങാൻ കിട്ടും. ഇംഗ്ലീഷിൽ നമ്മുടെ MS വല്യത്താൻ സാറ്, ശ്രീ ചിത്ര ഹോസ്പിറ്റലിലുണ്ടായിരുന്ന സാറ്, ലെഗസി ഓഫ് ശുശ്രുത, ലെഗസി ഓഫ് ചരക, ലെഗസി ഓഫ് വാഗ്ബട, ഈ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇത് വാങ്ങി നമുക്ക് വായിച്ച് ബോധ്യപ്പെടാവുന്നതാണ്. ആ കാര്യം തന്നെ അലോക് കുമാറും ഇവിടെ പറയുന്നുണ്ട്.
ഇനി ഇവിടെ നടത്തിയിരുന്ന ഓപ്പറേഷൻ, മെനി സർജിക്കൽ ഓപ്പറേഷൻസ് ഇൻക്ലൂഡിംഗ് ദോസ് ഫോർ ഹെർണിയ, ആംബ്യൂട്ടേഷൻ, ട്യൂമർ, റീസ്റ്റോറേഷൻ ഓഫ് നോസ്, സ്കിൻ ഗ്രാഫ്റ്റിംഗ്, extraction of cataracts and cesarean section are described in the Charaka Samhita and also in Sushruta Samhita. ഇത് അദ്ദേഹം നമ്മുടെ പുസ്തകങ്ങൾ വെച്ചിട്ട് അദ്ദേഹം പറയുന്ന കാര്യമാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. A surgeon in seeking a reliable knowledge must duly prepare a dead body and carefully ascertain from his own eyes what he learned with books. പുസ്തകങ്ങളിൽ ഒന്ന് വായിച്ച കാര്യം കൃത്യമായ ശവശരീരം ഉപയോഗിച്ച് പഠിച്ചതിന് ശേഷമേ ചെയ്യാവൂ എന്ന് ചരകസംഹിതയിൽ പറയുന്നുണ്ട്. ഇക്കാലത്ത് മോഡേൺ മെഡിസിനിലൊക്കെ എപ്രകാരം അനാട്ടമിയും കാര്യങ്ങളും പഠിക്കുന്നുവോ അതുപോലെ പഠിച്ചിട്ടാണ് ഭാരതത്തിൽ ചെയ്തിരുന്നെന്ന് സൂചിപ്പിക്കാനുള്ളൊരു വാചകം ഇവിടെ വായിച്ചു എന്ന് മാത്രം. നമുക്ക് ഇനി ഈ വിഷയത്തിലേക്ക് വരാം. ഒരു ബാൻഡേജിൻ്റെ കാര്യത്തിൽ പറഞ്ഞ, നമ്മളിപ്പോൾ ബാൻഡേജ് കെട്ടാറുണ്ട്. ശ്രദ്ധിക്കുക, സുശ്രുത സംഹിതയിൽ പറയുന്നത്, സുശ്രുത ഡിസ്ക്രൈബ് 14 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബാൻഡേജസ്. സുശ്രുത സംഹിതയിലെ കാര്യമാണ്, മറ്റു ബുക്കുകളിലേക്ക് നാം വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് നോക്കുക. പിന്നീട് ഋഗ്വേദത്തിൽ രാജ്ഞി യുദ്ധത്തിൽ കാലുകൾ നഷ്ടപ്പെട്ടിട്ട് അത് തിരിച്ചു വയ്ക്കുന്ന കാര്യങ്ങൾ പറയുന്ന കാര്യമൊക്കെ ഇദ്ദേഹം ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ഇങ്ങോട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. രാമായണത്തിൽ പറയുന്നുണ്ട്, മൂക്കും ചെവിയും നഷ്ടപ്പെട്ട ശൂർപ്പണഖയുടെ മൂക്കും ചെവിയും അവിടുത്തെ ഡോക്ടർ തുന്നിപ്പിടിപ്പിച്ചു എന്ന്. അത് വെച്ചിട്ടൊന്നും നമുക്ക് ശാസ്ത്രത്തിൽ തെളിവായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇവിടെ ഇപ്രകാരത്തിൽ പ്ലാസ്റ്റിക് സർജറി ഉണ്ടായിരുന്നു എന്ന് പറയാനും പറ്റില്ല. നടന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് വേണം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കൂ. സുശ്രുത ഡിസ്ക്രൈബ് ദ ടെക്നിക് ഓഫ് ഗ്രാഫ്റ്റ് സ്കിൻ, presently known as plastic surgery, as a general umbrella term. He repaired the nose or earlobes using an adjacent skin flap. Today, this procedure is popularly called as the Indian method of rhinoplasty. ലോകത്ത് അത് അറിയപ്പെടുന്നത് ഭാരതത്തിൻ്റെ മോഡലായി തന്നെയാണ്. നമുക്കാണ് അത് കേൾക്കുമ്പോൾ വിഷമം. ഇനി പറയുന്ന വേറൊരു കാര്യം നോക്കൂ. ഇംഗ്ലണ്ടിൽ ആദ്യമായിട്ട് അവർ ഈ വിഷയം അറിയുന്നത് ഏത് വർഷമാണെന്നാണ് സൂചിപ്പിക്കുന്നത്. അവരാദ്യമായിട്ട് അറിയുന്നത്, ദിസ് പ്രൊസീജിയർ വാസ് നോട്ട് പ്രാക്ടീസ്ഡ് ഇൻ ദി വെസ്റ്റ് അണ്ടിൽ ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദി 15th century ഇൻ സിസിലി, ആൻ എംപയർ വിത്ത് കൺസിഡറബിൾ കോണ്ടാക്ട് വിത്ത് അറേബ്യ. അറേബ്യയിലെ ഒരു ഡോക്ടറെ കോണ്ടാക്റ്റ് ഉള്ള ഒരാളാണ് ഇത് ആദ്യം ചെയ്തതെന്നും ഭാരതത്തിൽ നിന്ന് ആളുകളുമായിട്ട് അറബികളുടെ കോണ്ടാക്റ്റ് കാരണമാണിത് ചെയ്യാൻ സാധിച്ചത് എന്നും അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇൻ ഇംഗ്ലണ്ട് ദ ഫസ്റ്റ് ആർട്ടിക്കിൾ ഓഫ് റൈനോപ്ലാസ്റ്റി അപ്പിയർഡ് ഇൻ ജെന്റിൽമാൻസ് മാഗസിൻ ഇൻ 1794. 1794 ബ്രിട്ടനിൽ ജെന്റിൽമാൻസ് മാഗസിൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ ഒരു വാർത്ത വന്നത്. written by Coley Leons Lucas, a British surgeon and member of medical board at Madras, India. മദ്രാസിൽ ജോലി ചെയ്യുന്ന ഇംഗ്ലീഷുകാരനായ ഡോക്ടർ ഒരു ലേഖനം എഴുതിയപ്പോഴാണ് ബ്രിട്ടീഷുകാർ ഇങ്ങനൊരു കാര്യമുണ്ട് എന്ന് അറിയുന്നത്. എന്താണ് അദ്ദേഹം എഴുതിയത്? He described the purposes in his letter to the editor describing the process long known India and not known to the British. Coley Leons Lucas witnessed a case where a local Indian serving British Army in the War of 1792 CE was captured by King Tippu Sultan. King Tippu Sultan ഇവിടെ യുദ്ധത്തിൽ പിടിച്ച ഒരാളുടെ മൂക്കും മറ്റ് അവയവങ്ങളും മുറിച്ചു കളയുകയും ആ മനുഷ്യൻ്റെ മൂക്ക് ഇവിടെ തുന്നിപ്പിടിപ്പിക്കുകയും ആ നടക്കുന്ന സർജറിക്ക് താൻ സാക്ഷിയായതും ഈ മനുഷ്യൻ വിവരിച്ചുകൊണ്ട് ബ്രിട്ടനിലേക്ക് കത്തെഴുതി. അപ്പോഴാണ് ബ്രിട്ടീഷുകാർ ഇങ്ങനൊരു വിവരം അറിയുന്നത് തന്നെ. ഇനി നോക്കൂ, ദിസ് ഓപ്പറേഷൻ ഈസ് നോട്ട് അൺകോമൺ ഇൻ ഇന്ത്യ and has been practiced from time immemorial.
അനാദികാലമായിട്ട് ഭാരതത്തിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഇതെന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നു. ഇനി ആ ഓപ്പറേഷൻ വിവരിക്കുകയാണ്, ആ നടന്ന ഓപ്പറേഷൻ വിവരിക്കുകയാണ്. ടിപ്പു സുൽത്താൻ മൂക്കരിഞ്ഞു കളഞ്ഞ ആളുടെ മൂക്ക് വെച്ച് പിടിപ്പിച്ച ഓപ്പറേഷൻ, എ തിൻ പ്ലേറ്റ് ഓഫ് വാക്സ് ഫിറ്റഡ് ഓൺ എ സ്റ്റംപ് ഓഫ് ദി നോസ്, അങ്ങനെ പോകുന്നുണ്ട്. ഫോർഹെഡിൽ നിന്ന്, നെറ്റിയിൽ നിന്ന് തൊലി എടുത്തിട്ട് അവിടെ ഫിറ്റ് ചെയ്ത കാര്യം, എ ലിറ്റിൽ ടെറാ ജപ്പോണിക്ക ഈ സോഫ്റ്റൻഡ് വിത്ത് വാട്ടർ, എന്നിട്ട് അത് തുടരുക. 4, 5 or 6 days after operation, the patient is made to lie on his back, and on the 10th day, bits of soft cloth are put into the nostrils. എന്നിട്ട് തുടർന്ന് ഇതേപോലെ പറഞ്ഞുകൊണ്ടിരിക്കുക. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നിട്ട് പറയാൻ, ദി ആർട്ടിഫിഷ്യൽ നോസ് ഈസ് സെക്യൂർ ആൻഡ് ലുക്സ് നിയർലി ആസ് വെൽ ആസ് ദ നാച്ചുറൽ വൺ, നോർ ഈസ് എ സ്കാർ ഓൺ ദി ഫോർഹെഡ് വെരി ഒബ്സർവബിൾ ആഫ്റ്റർ എ ലെങ്ത് ഓഫ് ടൈം. 25 ദിവസം ആവശ്യമുള്ള ഈ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അവിടെ കാണപ്പെടാവുന്ന വിധത്തിൽ, വളരെ ശ്രദ്ധിച്ചാലല്ലാതെ കാണാവുന്ന വിധത്തിൽ ഒരു സ്കാർ പോലും ഇല്ലായിരുന്നു എന്ന് ഇവിടെ നടന്ന, ഭാരതത്തിൽ നടന്ന ഓപ്പറേഷനെ പറ്റിയിട്ട് ഇതിൽ വിശദീകരിക്കുന്നു. കൃത്യമായ രേഖകൾ, ഇതേ രേഖയാണ് നേരത്തെ പറഞ്ഞ ഈ ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ട ഈ ഓപ്പറേഷൻ്റെ രേഖയാണ് ധരംപാലിന് ബ്രിട്ടീഷ് ആർക്കൈവ്സിൽ നിന്ന് കിട്ടിയതും അദ്ദേഹം നേരത്തെ പറഞ്ഞ പുസ്തകത്തിൽ അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നതും. ഇനി ഇംഗ്ലണ്ടിൽ ആദ്യമായിട്ട് ഇത് ചെയ്യുന്നത് 1814 എന്ന് പറയുന്നുണ്ട്. ജോസഫ് കോൺസ്റ്റാന്റിൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇനി ഒരു പുസ്തകത്തെക്കുറിച്ച് ഇതിൽ പറയുന്നു. ആ പുസ്തകത്തിൻ്റെ പേര് ഷോർട്ട് ഹിസ്റ്ററി ഓഫ് മെഡിസിൻ, മരുന്നുകളുടെ, ഔഷധങ്ങളുടെ ഒരു ലഘുചരിത്രം എന്ന പുസ്തകമാണ്. ഇപ്പോൾ ആക്കർനെക്റ്റ് എന്ന് പറയുന്ന ആള് പറയുന്ന ആ പുസ്തകം, there is a little doubt that plastic surgery in Europe, which flourished first in medieval Italy, is a direct descendant of classical Indian surgery. ഇത് ക്ലാസിക്കൽ ഇന്ത്യൻ സർജറിയെ അങ്ങോട്ട് പറിച്ചു നട്ടതാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതാ, ഇനി ഞാൻ ഇതൊരുപാട് വായിച്ചിട്ട്, കാരണം ഇതുപോലൊരു പരിപാടിയിൽ ഇതൊരുപാട് വായിച്ച് കേൾപ്പിക്കുന്നൊന്നും അത്ര സംഗതിയൊന്നുമല്ല, രസകരമായൊരു സംഗതിയൊന്നുമല്ല. അപ്പോൾ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ആൻ എസ്റ്റാബ്ലിഷ്ഡ് ഫാക്ട് ദാറ്റ് ഇന്ത്യൻ പ്ലാസ്റ്റിക് സർജറി പ്രൊവൈഡഡ് ബേസിക് പാറ്റേൺ ഫോർ വെസ്റ്റേൺ എഫേർട്സ് ഇൻ ദിസ് ഡയറക്ഷൻ. ഭാരതത്തിൽ നിന്ന് അറബികൾ മുഖേന മറ്റുള്ളവർ അറിഞ്ഞതും ഭാരതത്തിൽ 1000 ആണ്ടുകളായിട്ട് സുശ്രുതൻ്റെ കാലം മുതൽ, അതായത് BCE 800 ജനിച്ച് BCE 700 മരിച്ച സുശ്രുതൻ്റെ കാലം മുതൽ ഇപ്പം മുതൽ അങ്ങോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2800 വർഷം, 2700, 2800 വർഷത്തെ പഴക്കമായിട്ട് ഭാരതത്തിലുണ്ടായിരുന്നതാണ്. ഇതാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. തൊട്ടടുത്ത പേജിൽ കാറ്ററാക്ട് സർജറിയെ പറ്റിയാണ് പറയുന്നത്. ഞാൻ കാര്യവും വിശദീകരിക്കാൻ പോകുന്നില്ല. കാറ്ററാക്ട് സർജറിയെ പറ്റിയിട്ട് ഭാരതത്തിൽ ആദ്യമായി ഒരു വിദേശി വന്ന് ഇവിടുത്തെ കോളേജിൽ പഠിച്ച് ആയുർവേദത്തിൽ ഡിഗ്രി എടുത്ത ആളുടെ പേരാണ് റോബർട്ട് ഇ സ്വബോധ. റോബർട്ട് ഇ സ്വബോധ. അദ്ദേഹത്തിന് മനസ്സിലായി, ഭാരതീയർക്ക് മനസ്സിലാവില്ല ആയുർവേദത്തിൻ്റെ മഹത്വം. അദ്ദേഹം ഭാരതത്തിൻ്റെ ചികിത്സാ മഹത്വത്തെക്കുറിച്ച് എഴുതിയ പുസ്തകമാണിത്. ആയുർവേദ, ലൈഫ്, ഹെൽത്ത് ആൻഡ് ലോഞ്ചേവിറ്റി. ആയുർവേദം, ജീവിതം, ആരോഗ്യം, ദീർഘായുസ്, ഇതാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. ഓരോ ഭാരതീയനും ഈ ഒരു പുസ്തകമെങ്കിലും ഒന്ന് വാങ്ങി വായിച്ചു നോക്കണം. ഇതും കുറഞ്ഞ ചെലവിൽ ഭാരതീയർക്ക് തരാൻ വേണ്ടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പെൻഗിൻ ബുക്സ് ആണ്. അവരുടെ ഒറിജിനൽ വാങ്ങാൻ വലിയ വിലയാവും. നാം ഈ ഒരു കാര്യവും നാം ഒന്ന് മനസ്സിലാക്കണം. അതായത് നമ്മൾക്ക് ഭാരതീയർക്ക് സ്വന്തം നാടിൻ്റെ മഹത്വം കേട്ട് കഴിഞ്ഞാൽ ആർക്കും സഹിക്കില്ല. കഴിഞ്ഞ തവണ വേദഗണിതത്തെക്കുറിച്ച് ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്യണ്ടായി. അത് കേട്ട ആളുകളിൽ പലരെങ്കിലും ഏതാണ് ഈ വിവരമില്ലാത്ത ഡാഷ് എന്ന വിധത്തിലാണ് അവതരിപ്പിച്ച ആളെ കുറിച്ചിട്ട് അവർ പറയുന്നത്. ഒരു കാര്യം ഇത് കേൾക്കുന്ന സുഹൃത്തുക്കളോട് പറയുകയാണ്, നമ്മുടെ ശ്രോതാക്കളോട് പറയുകയാണ്, ഏതൊരാൾക്കും എൻ്റെ അച്ഛൻ, എൻ്റെ മുത്തശ്ശൻ, അതിൻ്റെ മുതുമുത്തശ്ശൻ ഇവരൊക്കെ വിഡ്ഢികളായിരുന്നു എന്നും ഇവരൊക്കെ മന്ദബുദ്ധികളായിരുന്നു എന്നും ഇവർക്കൊന്നും ഒരു സംസ്കാരം ഉണ്ടായിരുന്നില്ല എന്നും ഇവരൊക്കെ തെണ്ടികളായിരുന്നു എന്നും ഒക്കെ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരാൾ
കൃത്യമായ അന്വേഷണത്തിൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പൂർവികർ മിടുക്കന്മാരായിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ തെറി പറയാതിരിക്കാനുള്ള മാന്യതയെങ്കിലും നമ്മൾ കാണിച്ചിരിക്കണം. ഇതാണ് ശ്രോതാക്കളോട് പറയാനുള്ളത്. ഭാരതത്തിൻ്റെ മഹത്വവുമായി ബന്ധപ്പെട്ട് വിമാനശാസ്ത്രമാകട്ടെ, മാത്തമാറ്റിക്സ് ആവട്ടെ, കെമിസ്ട്രി ആവട്ടെ, ഇതുപോലുള്ള വിഷയങ്ങളുമായി നമുക്ക് ഇനിയും കാണാം. അടുത്ത ആഴ്ച ഭാരതത്തിൻ്റെ മഹത്വം വ്യക്തമാക്കുന്ന മറ്റൊരു എപ്പിസോഡുമായി കാണും വരേക്കും എല്ലാവർക്കും നമസ്കാരം.